CPM നേതാവ് അജയകുമാറിന് മാനസിക വിഭ്രാന്തിയെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അതിനുള്ള തക്കതായ മറുപടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വത്തിന് ഈ കേരള സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് സഖാവ് അജയകുമാറിനെ തിരുത്തേണ്ടത് CPIMൻ്റെ ജില്ലാ നേതൃത്വമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയകുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തെ വെറും നാലാംകിട രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയോടും അല്ലെങ്കിൽ ഈ കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സഖാവ് ബിനോയ് വിശ്വത്തെ അദ്ദേഹത്തിൻ്റെ നേതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും. മണ്ണൂരിൽ പാർട്ടി പ്രവർത്തകനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMനെതിരെ മത്സരിച്ചത്. അത് തികച്ചും പ്രാദേശികമായ തർക്കമാണ്. അതിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പേരെടുത്ത് വിമർശിക്കാൻ എന്താണ് കാരണം? ബിനോയ് വിശ്വം രാജ്യത്തറിയപ്പെടുന്ന നേതാവാണ്. അജയകുമാറിന് മാനസിക വിഭ്രാന്തിയാണ്. 100 വർഷം തികച്ച പാർട്ടിയാണ് CPI. CPMന് പോലും ഇത് അവകാശപ്പെടാനില്ലെന്ന് സുമലത തുറന്നടിച്ചു. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. അജയകുമാർ എന്ന് പറയുന്ന സഖാവ് 2 തവണ MP ആയത് CPIയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത്. 1980 കാലഘട്ടം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകൃതമായതിന് ശേഷമാണ് ഇടതുപക്ഷം കേരളം വളരെ ഐക്യത്തോടു കൂടി ഭരിക്കുന്നത് എന്നും മറന്നുകൂടാ. ഇതിനൊക്കെ തന്നെ CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടി ലഭിച്ചാണ് ഈ കേരളത്തിൽ ഈ സംവിധാനം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നേരിട്ടത് എന്ന് മറക്കരുത് എന്നാണ് സെക്രട്ടറി. അജയകുമാർ ഒരു വിമർശനം ഉയർത്തുന്നുണ്ട്. ആകെ 5% വോട്ട് മാത്രമേ അതൊക്കെ ഞങ്ങൾ ജയിച്ചാൽ അതിന് ക്രെഡിറ്റ് CPI നേടിയെടുക്കുകയും തോറ്റാലും ജയിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ പാലക്കാട് ജില്ലയിൽ വളരെ ഐക്യത്തോടെ 1-2 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹം പ്രതിപാദിച്ചത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു, 5 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. കഴിഞ്ഞ തവണ ഒരു പ്രാദേശിക സഖാക്കളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി അതിന് അനുവാദം കൊടുത്തത് സത്യമാണ്. അത് ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞതുമാണ്. അതിനെതിരെ ഇത്രയേറെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തിയുണ്ട്. അത് അദ്ദേഹം CPIMൻ്റെ ജില്ലാ നേതൃത്വമാണ് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ. CPM ജില്ലാ നേതൃത്വം അജയകുമാറിനെ തിരുത്തുകയും നിയന്ത്രിക്കുകയും വേണം. പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറിയെ അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണെന്നും സുമലത മോഹൻദാസ് തുറന്നടിച്ചു. ആ പറഞ്ഞ സഖാവിനെ തിരുത്തേണ്ടത് CPIMൻ്റെ ജില്ലാ നേതൃത്വമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പാലക്കാടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ നിലവാരമില്ലാത്ത ഒരു വാദപ്രതിവാദം നടത്തുന്നത് തികച്ചും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഗുണകരമല്ല. പ്രത്യേകിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിവാദം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ട് സഖാവ് ബിനോയ് വിശ്വത്തിനെ ആർക്കും അറിയാത്തത്? CPIക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിന്, ഇന്ത്യയിലും ഈ കേരള സമൂഹത്തിലും മുന്നോട്ട് പോകുന്നത്. ആ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല. 100 വയസ്സ് പിന്നിട്ട പ്രസ്ഥാനമാണ് ഈ പാർട്ടി. 100 വയസ്സ്, ആ പാരമ്പര്യം ആർക്കും ഇല്ലല്ലോ. അത് CPIMന് പറയാൻ പറ്റില്ലല്ലോ. 100 വയസ്സ് തികഞ്ഞ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയുടെ അവരാണ് തിരുത്തേണ്ടത്. UTV ന്യൂസ്, പാലക്കാട്.